ഓക്കെ, നോക്കൂ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞ കാര്യങ്ങള് കെമിസ്ട്രിയിൽ ഞാനൊരു വട്ടം ജസ്റ്റ് ഒന്ന് പറയാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് 6.022 × 10⁻23 എന്ന് പറയുന്ന സംഖ്യേനെ നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഈ സംഖ്യയുടെ ചുരുക്കപ്പേരാണ് മോൾ. ഓക്കെ, അത് മനസ്സിലായില്ലോ എല്ലാവർക്കും? ഒന്ന് പറയൂ, റെസ്പോൺസ് ചെയ്യൂ. ഓക്കെ, അപ്പോ ഇത്രയും 6.022 × 10⁻23 ആറ്റങ്ങൾ, അതിന് നമ്മൾ പറയും ഒരു മോൾ ആറ്റം. ഒരു മോൾ ആറ്റം കിട്ടാനുള്ള മാർഗം, ആ മൂലകം അതിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകം എടുക്കുക. അതായത് ഹൈഡ്രജൻ ആണെങ്കിൽ 1 ഗ്രാം, ഓക്സിജൻ ആണെങ്കിൽ എത്രയാ 16 ഗ്രാം, കാർബൺ ആണെങ്കിൽ 12 ഗ്രാം, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു മോൾ ആറ്റം ഉണ്ടായിരിക്കും. 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇനി അതിൻ്റെ മാസ് നമ്പർ എത്രയാണോ ആ മാസ് നമ്പർ, അതായത് അത്രയും ഗ്രാം, അതിനെ നമ്മൾ പറയും ഒരു ഗ്രാം ആറ്റോമിക മാസ്. ഒരു ഗ്രാം ആറ്റോമിക മാസ് എന്നെ പറയുന്ന പേരാണ് ഗ്രാം ആറ്റോമിക മാസ്. അപ്പോ ഒരു ഗ്രാം ആറ്റോമിക മാസ് ആണ് 6.022 × 10⁻23 മോളിക്യൂൾ. ഒരു ഗ്രാം ആറ്റോമിക മാസ് ആണ് എത്രയാ, ഒരു മോൾ ആറ്റം. ഓക്കെ, അത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു മൂലകം ഒരു പ്രത്യേക അളവ് നമുക്ക് തന്നു. ഇതാ ഇത്ര ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയണം ഇത്ര ഗ്രാം ഉണ്ട്, അതിലെത്ര ഗ്രാം ആറ്റോമിക മാസുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഗ്രാം ആറ്റോമിക മാസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഹരിക്കും. അപ്പൊ ആകെ തന്നിരിക്കുന്ന മാസ്, അതൊരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു, തന്നിരിക്കുന്ന മാസ് ബൈ GAM. അപ്പൊ എന്തായിരിക്കും? തന്നിരിക്കുന്ന മാസ് ബൈ GAM എന്ന് പറയുന്നത് GAMകളുടെ എണ്ണം, അഥവാ 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ്, അല്ലെങ്കിൽ എത്രയാ മോൾ ആറ്റത്തിന്റെ നമ്പർ ഓഫ് മോൾ ആറ്റംസ്, അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇതും ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി GAM എന്ന് പറയുന്നത് പോലെ GMM എന്ന് പറയുന്നൊരു സംഭവം. എന്താണത്? ഒരു തന്മാത്രയുടെ, അപ്പൊ ഞാനത് GAM പറഞ്ഞ പോലെ തന്നെ പറയാം. നോക്കൂ, ആറ്റങ്ങളുടെ 6.022 × 10⁻23 ആറ്റം ഒരു മോൾ ആറ്റം എന്ന് പറയുന്നത് പോലെ 6.022 × 10⁻23 മോളിക്യൂൾസ്, അതിനെന്തെന്ന് പറയും നമ്മള്? മോൾ മോളിക്യൂൾ. ഒരു മോൾ മോളിക്യൂൾ. അത് മനസ്സിലായോ? ഒരു മോൾ മോളിക്യൂൾ. അപ്പൊ ഒരു മോൾ മോളിക്യൂൾ അഥവാ 6.022 × 10⁻23 മോളിക്യൂൾ കിട്ടാൻ തന്നിരിക്കുന്ന മോളിക്യൂളിന്റെ മാസ് എത്രയാണോ അതിനെ നമ്മൾ പറയാം മോളിക്കുലാർ മാസ് ആണ്. ആ മോളിക്കുലാർ മാസിന്റെ അതേ അളവ്, അതായത് ആ നമ്പറിലുള്ള ഗ്രാം, അത്രയും ഗ്രാം ആ മോളിക്യൂൾ എടുത്താൽ മതി. അപ്പൊ അതിനെ നമ്മൾ പറയും ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോ മോളിക്യൂൾസിന്റെ തൂക്കം, മോളിക്യൂൾസിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ ആ അത്രയും മാസ്, അത്രയും തൂക്കത്തിൽ നമ്മൾ ആ മോളിക്യൂൾസ് എടുത്താൽ അത് ഗ്രാം മോളിക്കുലാർ മാസ് ആയിരിക്കും. GMM. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്ന അതുകളുടെ എണ്ണം കിട്ടാൻ തന്നിരിക്കുന്ന മാസിനെ GMM കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ഗിവൻ മാസ് ബൈ GMM ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് GMM ഈക്വൽ ടു 6.022 × 10⁻23 മോളിക്യൂൾസ് ഈക്വൽ ടു എന്താണ്? മോൾ മോളിക്യൂൾസ്, അല്ലെ? നമ്പർ ഓഫ് എന്താണെന്ന് പറയുന്നത് നമ്മൾ? മോൾ മോളിക്യൂൾസ്. ഇത്രയും പറഞ്ഞു മനസ്സിലായ?
ഇത് രണ്ടും ഒന്ന് ഒരുമിച്ചാക്കണ. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്താണല്ലേ, ഇതിന്റെ കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്തില്ലേ ഞാനൊന്ന് ഹോംവർക്ക് തന്നിട്ട്? ഹോംവർക്ക് അല്ല, ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കണം കേട്ടോ. അതിന്റെ മുൻപ് ഇതൊന്ന് ക്ലിയർ ആക്കാം നമുക്ക്. എന്താ ഗിവൻ മാസ് ബൈ എന്നിട്ടാ GAM എന്താ വരിക? നമ്പർ ഓഫ് GAM. അതുപോലെ നമ്പർ ഇൻറ്റു എത്രയാ? 6.022 ഇൻറ്റു 10⁻23 ആറ്റം ഈക്വൽ നമ്പർ ഓഫ് മോൾ ആറ്റം. ഓക്കെ. ഇനി അതേ ഗിവൻ മാസിനെ GMM കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് GMM ഈക്വൽ നമ്പർ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്താ വരിക? മോളിക്യൂൾസ് നമ്പർ ഓഫ് എത്രയാ വരിക? മോളിക്യൂൾ. ഇത് ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയിട്ടുണ്ടാ? മുൻപ് നമ്മള് കുട്ടികളെ ഇങ്ങനെ രണ്ടും കൂടി എഴുതിയിട്ടുണ്ടോ നമ്മള്? കാണാനില്ലേ നിങ്ങൾക്കിത്? ഇങ്ങനെ എഴുതിയിട്ടുണ്ടാ? എഴുതിയിട്ടില്ലെങ്കിൽ അതൊന്ന് എഴുതിയെടുക്കുക നിങ്ങൾ കേട്ടാ. ഇപ്പോ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കെമിസ്ട്രി ബുക്കിൽ കേട്ടാ. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കണം. ഹൈഡ്രജന്റെ മോളിക്യുലർ മാസ് എത്രയാ? H2 എന്ന് പറയുമ്പോൾ ആറ്റോമിക മാസ് അഥവാ മാസ് നമ്പർ എത്രയാ? 1 ആണ്. അപ്പോൾ 1 + 1 വരെ. H2 എന്ന് പറയുമ്പോൾ 2 2 ഹൈഡ്രജനാ. അപ്പൊ 1 + 1 എന്ത് വന്നു? 2. ഓക്സിജൻ എത്രയാ? O2 അല്ലെ? അപ്പൊ എത്ര വന്നു? അതൊന്ന് പറയാൻ പറ്റുമോ? 32. അതുപോലെ N2 എഴുതിക്കോളൂട്ടോ. ഒപ്പം ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. ചെയ്യാനുള്ള കണക്കിന് നോട്ടിലേക്ക് ചെയ്യാം. അതുപോലെ N2 എത്രയാ? N14 അപ്പൊ 28. പതിനാല് 28 38 എന്നാ മാഷക്ക് ഇടയ്ക്കൊക്കെ തെറ്റാറുള്ളൂ കേട്ടാ. ഇപ്പോഴും തെറ്റാറില്ല. ഇനി ഞാൻ വെറുതെ പറഞ്ഞേട്ടാ, നിങ്ങൾ തിരുത്തിക്കോളൂ തെറ്റിയ. H2O അത് അവർ തന്നിട്ടുണ്ട് അല്ലേ? അത് നമ്മളിവിടെ ചെയ്തതും അല്ല. അന്ന് ബോർഡുമേ ഒരു ഉഷാറില്ല കേട്ടാ നിങ്ങക്ക് ആന്നൊക്കെ പറയുമ്പോ. നിങ്ങൾ മുഖമൊക്കെ കഴുകിയില്ലേ? പല്ലൊക്കെ തേച്ചില്ലേ? ഒരു ഉഷാറില്ല ആക്കിയൊന്നും. എനിക്ക് ഓർക്കം വരിക. നോക്കുക. അടുത്ത NH3 ഒന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാ വരിക? നൈട്രജൻ എത്രയാ? നൈട്രജൻ 14 അല്ലേ? ചെയ്തോളൂ. ചെയ്ത് കഴിഞ്ഞാ പറയട്ടാ. അത് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കണ്ട കാൽക്കുലേറ്റ് മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് C6H12O6 സൾഫ്യൂരിക് ആസിഡ് H2SO4 ഒക്കെ ഒന്ന് ചെയ്തൂടെ? ഒന്ന് ചെയ്തിട്ട് വേഗം പറഞ്ഞേ. ആൻസറുകൾ ഇതാണ്. ആദ്യത്തെ 150, പിന്നെ 98 ചെയ്യുമ്പോൾ 6 × 12 + 12 × 1 + 6 × 16 72 + 12 + 96 150. അതുപോലെ H2SO4 എന്ത് വരും? 2 × 1 +
32 പ്ലസ് 4 × 16 പ്ലസ് 2 പ്ലസ് അപ്പൊ എത്ര വന്നു? കൂട്ടുമ്പോ എല്ലാം കൂടി കൂട്ടുമ്പോ 98. ഇതാണ് അതിന്റെ എന്ത് സാധനം? അത് നമ്മൾ പറഞ്ഞില്ല. ഇതെന്താ സാധനം? MM ആണ് കേട്ടാ. മോളിക്കുലാർ മാസ്. ഓക്കെ, മോളിക്കുലാർ മാസ് എന്താണെന്ന് കൃത്യമായോ? നമ്മൾ വീണ്ടും പോവാണ് കേട്ടാ, വീണ്ടും കടക്കിലേക്ക് പോവാണ്. ഇതാ വായിക്കാം. The amount of an element in grams equal to its atomic mass is called gram atomic mass, isn't it? Take was the mass in grams equal to the molecular mass of substance is called gram molecular mass or GMM of that substance. Number of molecules. What is the relation between mass of elements and compounds and the number of molecules present in them? ഓരോന്നിലുള്ള the mass of elements and compounds and number of molecules. Number of molecules present, അതിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണവും മാസും തമ്മിൽ എന്താണ് ബന്ധം? ഇതൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞതാണ് നിങ്ങളോട്. അത് അവിടെ വീണ്ടും വർക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ തന്നുള്ളത്? എലമെന്റ് തന്നിരിക്കുന്നു, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. പിന്നെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്, മാസ് ഇൻ ഗ്രാം തന്നിട്ടുണ്ട്, GMM തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. കണ്ടാ? അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്നതിന്റെ തന്മാത്രയാണ് ഇവിടെ തന്നുള്ളത്, മോളിക്യൂളാണ് തന്നുള്ളത്, H2. കണ്ടാ? ഇത് തന്മാത്രയാണ് കേട്ടാ. എന്താ തന്മാത്ര അഥവാ മോളിക്യൂൾ. അപ്പൊ അതിന്റെ മോളിക്കുലാർ മാസ് 2 ആണ്. മാസ് ഇൻ ഗ്രാം 2 ഗ്രാം. അതാണ് ഒരു GMM. ഒരു GAM എന്ന് പറഞ്ഞതുപോലെ ഒരു GMM. ഒരു GMM അപ്പൊ എത്ര മോളിക്യൂൾസാ? 6.022 × 10⁻23. അതൊക്കെ പറയണത് മനസ്സിലായില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലും കുറെ പറഞ്ഞതാ നമ്മളതൊക്കെ. ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആവണണ്ടാ, പറയണതൊക്കെ ക്ലിയർ ആയി പോണണ്ടാ, ബാക്കി വരരുത്. ഇനി ഇത് പിന്നെ നോക്കാന്ന് നിങ്ങൾ വിചാരിച്ച് പോവരുത് കേട്ടാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് തീർത്തിട്ട് വേണം പോവാനായിട്ട്. അതുപോലെ ഓക്സിജൻ O2 32 ഗ്രാം 1 GMM 6.022 × 10⁻23 O2 മോളിക്യൂൾ. അതുപോലെ നൈട്രജൻ N2 എത്ര വരും? 28 ഗ്രാം. അപ്പൊ എത്ര വരും? അതും എത്രയാ? 1 GMM എത്രയാ നമ്പർ ഓഫ് മോളിക്യൂൾസ്? അവിടെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ? പെൻസിൽ കൊണ്ട് എഴുതി വെക്ക. കേൾക്കണ്ട? ശ്രേയ കേൾക്കണ്ട? വെരി ഗുഡ്. അങ്ങനെ പെടപെടയെന്ന് പറഞ്ഞ് പറയണം. വാട്ടർ H2O എന്താന്നുള്ളത് അതൊക്കെ അവര് തന്നിട്ടുണ്ട്. അടുത്ത അമോണിയ ഒന്ന് പറഞ്ഞു നോക്കിയേ. ആരാ പറയാ അമോണിയ? ആനന്ദ് ഒന്ന് പറഞ്ഞേ. ആനന്ദ് പോയ? പറഞ്ഞോ. എന്താ വരിക? 10⁻23 എന്തുട്ടാ? 6.022 × 10⁻23 NH3. എന്താ സാധനം? NH3. ഓക്കെ, എന്നതാ വീണ്ടും അതിന്റെ അടിയിൽ എഴുതിക്കോളൂ. ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ളത് അതൊക്കെ ഫില്ല് ചെയ്താണ്ട് പോവാം. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ആയി. വാട്ട് ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ? പറയൂ. ആ ടേബിളിലുള്ളതിൽ നോക്കിയാണ്ട് പറയാം. മോളിക്കുലാർ മാസ് വാട്ട് എത്രയാ? ആരാ? ഗൗരി കൃഷ്ണ ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ? 32 ഗ്രാം. വെരി ഗുഡ്. മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോ ഗ്രാം പറയണ്ട, 32 എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ന് പറയാ 32 ഗ്രാം എന്ന് പറയാൻ പാടുള്ളൂ. മനസ്സിലായ വ്യത്യാസം? മനസ്സിലായ? അപ്പൊ 32 അങ്ങനെയാണ് പറയാ കേട്ടാ. അടുത്തത് ഹൗ മെനി GMM പ്രസന്റ് ഇൻ 32 ഗ്രാം ഓക്സിജൻ? എത്ര GMMകൾ ഉണ്ട്? അരീഷ് എന്ന് പറഞ്ഞേ.
വേഗാവട്ടെ. ഹൗ മെനി GMM present in 32 gram oxygen? അരീഷ പോയ ആ വഴിക്ക്. അരീഷ ഉറങ്ങണോ? അരീഷ എണീക്കാണ്. ഈ അരീഷ പറയ്. എന്താണ് എന്ന് വേറെ ആള് പറഞ്ഞേ? ലിയ പറഞ്ഞേ. ആ, ലിയ ലോറൻസ്. ആരൊന്നും ഉണ്ടാത്തത്? പറഞ്ഞ ഒരാള് പറഞ്ഞ ചോദിക്കാൻ നിൽക്കുമ്പോ അത് നേരം പോവാ. 1 GMM. ഇനി ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? എത്ര മോളിക്യൂൾസ് അതിലുണ്ട് എന്നാണ് ചോദ്യം. എഴുതിക്കോട്ടാ, ഒപ്പ എഴുതിക്കോ, അവിടെ എഴുതിക്കോളൂ. എത്ര മോളിക്യൂൾസ് ഉണ്ട് അതില്? എത്ര മോളിക്യൂൾസ് ഉണ്ട് അതില്? പറയൂ. ആ, 23. അതന്നെ അതങ്ങോട്ട് പറയൂ. അതന്നെ. അതുപോലെ ഹൗ മെനി GMM ഈസ് പ്രസന്റ് ഇൻ 28 gram നൈട്രജൻ? 1 GMM. അടുത്തത് ഹൗ മെനി മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഇറ്റ്? അത് പറയണം, നിങ്ങളത് പറയണം. ഇത് പറയണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞ് ഇനി നമ്മള് അത് ഉറക്കത്തിലും വിളിച്ചു പറയണം കേട്ടോ. ആ നമ്പർ അങ്ങനെ കാണാപ്പാടാവണം. ഇനി പിന്നെ പഠിക്കാനൊന്നുമില്ല. ഇത് പഠിക്കുകയാണ് ഇപ്പൊ നമ്മള്. ഹൗ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? അത് പറഞ്ഞു. ഹൗ മെനി GMM പ്രസന്റ് ഇൻ 18 gram വാട്ടർ? 1 GMM. ഇനി ഹൗ മെനി H2 മോളിക്യൂൾ ആർ പ്രസന്റ് ഇൻ ഇറ്റ്? അതന്നെ, വെരി ഗുഡ്. അങ്ങനെ പറയാം. അതുപോലെ വാട്ട് ഡു യു മീൻ ബൈ 1 GMM? അപ്പൊ എന്താണ് 1 GMM? അതൊരു ചോദ്യമാണ് നമ്മളോട്. 1 GMM എന്ന് പറഞ്ഞാൽ എന്താ? 1 GAM നമ്മൾ പറഞ്ഞില്ലേ? 1 GAM എന്താണെന്ന് പറഞ്ഞു. വെൻ ദാറ്റ് വി ആർ ടേക്കിംഗ് ദ ആറ്റോമിക മാസ് ഇൻ ഗ്രാം ഓഫ് എ എലമെന്റ്, ഇറ്റ് ഈസ് എന്താ? 1 GMM. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 GMM, അല്ലെങ്കിൽ ഇറ്റ് ഈസ് 1 GMM. അതേപോലെ ഇതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ചോദ്യം പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 1 gram മോളിക്കുലാർ മാസ്, അതായത് 1 GMM, ആൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾ പ്രസന്റ് ഇൻ ഇറ്റ്? അപ്പൊ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് മോളിക്കുലാർ മാസ് ഈസ് കോൾഡ് gram മോളിക്കുലാർ മാസ്. Okay, the amount of substance in grams equal to its molecular mass. ഒരു വസ്തുവിന്റെ അളവ് അതിന്റെ മോളിക്കുലാർ മാസിന് തുല്യമായി ഗ്രാമിൽ പ്രസ്താവിച്ചാൽ, എടുത്താൽ അതിനെ പറയുന്ന പേരാണ് ഗ്രാം മോളിക്കുലാർ മാസ്. 1 gram molecular mass of any substance contain Avogadro number of molecules. അത് 1 gram മോളിക്കുലാർ മാസ് എന്തിന് ഈക്വൽ ആണെന്നാ പറയുന്നത്? അവഗാഡ്രോ നമ്പറിന് ഈക്വൽ ആണെന്നാ പറയുന്നത്. ഓക്കെ, ഓക്കെ. ക്ലിയർ ആണോ? ഇതൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ പറയണം. അപ്പൊ നമ്മൾ പേടിക്കരുത്. നമ്മളത് കൃത്യമായിട്ട് വായിച്ച് അതെന്താണെന്നൊന്നും മനസ്സിലാക്കിയ സംഗതി നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ കണ്ടാ, ആ നീല ബോക്സിന് കൊടുത്തുള്ളൂ. ഇത് എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ് ഇൻ ഗ്രാം ഈക്വൽ ടു മോളിക്കുലാർ മാസ്. അതായത് ഇത് നമ്മൾ നേരം എടുത്തപ്പോ പറഞ്ഞ സാധനം മോളിക്കുലാർ മാസിന് ഈക്വൽ ആയിട്ട് ആ എലമെന്റ് നമ്മള് അല്ലേ അതിന്റെ തൂക്കം ഗ്രാമിൽ എടുത്താൽ, അത്രയും ഗ്രാം ആ സാധനം എടുത്താൽ അത് 1 gram എന്താണ്? ഗ്രാം മോളിക്കുലാർ മാസ് എന്നറിയപ്പെടുന്നു. ഇനി 1 gram മോളിക്കുലാർ മാസ് എടുത്താൽ, ഞാനിപ്പോ ഇവിടെ ഇക്വേഷൻ എഴുതി തന്നില്ലേ? അതന്നെ
അതെന്തിന് ഈക്വലാണ്? അവഗാഡ്രോ നമ്പറിന് ഈക്വലാണ്. അവഗാഡ്രോ നമ്പറാണ് 6.022 × 10⁻23. ഓക്കെ. ഇനി 1 GMM oxygen is 32 gram oxygen. It contains 6.022 × 10⁻23 oxygen molecule. How many GMM are there in 64 oxygen? How many molecules are present in it? അപ്പോ ഒരു GMM ഓക്സിജൻ 32 ഗ്രാം ഓക്സിജൻ ആണ്. അതിൽ 6.022 × 10⁻23 ഓക്സിജൻ മോളിക്യൂൾ ഉണ്ട്. എത്ര GMM ഉണ്ട് എന്നാ പറഞ്ഞത്? 64 ഗ്രാം ഓക്സിജനിൽ. ഒന്ന് പറയാൻ പറ്റുമോ? താഴത്ത് ചെയ്തിട്ടുള്ളവര്. അപ്പൊ 64 ഗ്രാമില് എത്ര? ഒരു GMM എന്ന് പറഞ്ഞത് 32 ഗ്രാം. അപ്പൊ 64 ഗ്രാമിൽ എത്ര ഉണ്ടായിരിക്കും? GMM. ഇതുപോലത്തെ നമ്മൾ ആറ്റത്തിന്റെ ചെയ്താണ്. 64 അതായത് അതിൽ 2 ഇതുപോലത്തെ കണക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇത്ര അളവ് തന്നിട്ട് ചെയ്യാനായിട്ട്. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, കാൽക്കുലേറ്റ്. അതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു പ്രസന്റ് 96 ഗ്രാം ഓക്സിജൻ. അതൊന്ന് ചെയ്താ നിങ്ങൾ. വേഗമായിക്കോട്ടെ കേട്ടാ. അതായത് 96 എത്ര? 32. അപ്പൊ 3. എല്ലാവർക്കും കിട്ടിയ അതിന്റെ ഇക്വേഷൻ താഴത്ത് തന്നിട്ടുണ്ട്. ഗിവൻ മാസ് ഇൻ ഗ്രാംസ് ബൈ GMM, നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസ്. ഹൗ മെനി GMM ആർ പ്രസന്റ് ഇൻ ഈച്ച് ഓഫ് ദ ഗിവൻ സാമ്പിൾസ്? ഓരോ സാമ്പിളിലും എത്ര GMMകൾ ഉണ്ട് എന്നാണ് ചോദ്യം. 360 ഗ്രാം ഗ്ലൂക്കോസ്, 90 ഗ്രാം വാട്ടർ. ഒന്ന് ചെയ്താക്കിയത് നിങ്ങൾ. 360 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എത്ര വന്നു? 2 GMM. അതായത് 2 × 6.022 × 10⁻23 എന്നല്ലേ എഴുതേണ്ടത്? അതിന് എഴുതിണ്ട. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കേട്ടോ. അപ്പൊ 2 × 6.022 × 10⁻23. ഇനി 90 ഗ്രാം വാട്ടർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 × 6.022 × 10⁻23. ഇനി 1 mole molecule. Haven't you familiarized the word mole? Mole is the unit used to denote the amount of substance which contains 6.022 × 10⁻23 particles. How many molecules of water are present in 1 mole of water? 1 mole വാട്ടറിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് ചോദ്യം. വൺ മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ 1 മോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആരോട് ഒരു ഡസനിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്നാ പറയാ നിങ്ങള്? ഒരു ഡസൻ സോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണ? അതേപോലെ 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണ? കേട്ടാ, നിങ്ങൾക്കത് ഇങ്ങനെ കാണുമ്പോ പേടിയുണ്ടാ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം, അതെന്താണെന്ന് മനസ്സിലാക്കണം. കേൾക്കണ്ട? പകച്ചു നിൽക്കണ്ട. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് മാസ്? നമ്മൾ ചെയ്താണ് ഇപ്പോ. വാട്ടറിന്റെ മാസ് കുറെ നേരമായി പറയണു. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? H2O അല്ലേ? അപ്പൊ അതിന്റെ മാസ് എത്ര? ഒക്കെ അവിടെ എഴുതി വെച്ചോ. H2O മാസ് കാൽക്കുലേറ്റ് ചെയ്യ് വേഗം. പെൻസിലെടുത്ത് ഞാൻ ചെയ്യണ. ആ 18 മാസം എത്രയെന്ന് ചോദിച്ചാൽ 18. How many GMM is present in it? ഒരു GMM. കണ്ട, ഇതിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും തിരിച്ചും നിങ്ങൾക്കത് എന്താ വെച്ചാല് നിങ്ങൾ അവസാനം ഈ പറഞ്ഞ നിങ്ങൾക്ക് സംശയം വരും അത് കാണുമ്പോ. ഇത് വേറെയാണോ, ഇത് പുതിയതാണോ? പുതിയതൊന്നല്ല കേട്ടാ. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ മക്കളെ?
നിങ്ങള് ശ്രദ്ധിക്കുക, ഇത് പുതിയതൊന്നല്ല. ഇത് നമ്മൾ ഈ കഴിഞ്ഞു ഈ പാഠത്തിലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഭാഗം കൂടി നമുക്ക് പറയാനുള്ളൂ കേട്ടാ. ഇനി അതാണ് ടെക്സ്റ്റ് ബുക്കിലത്തെ ഞാൻ വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുമ്പോ നിങ്ങൾക്കത് നമ്മൾ പറഞ്ഞ രീതിയിലല്ല, ഇവരിങ്ങനെ വേറെ തരത്തിൽ ഇങ്ങനെ പറഞ്ഞു പോർക്കുക. നമ്മളത് കഴിഞ്ഞു. അതിൽ 2 കാര്യങ്ങൾ, GMM-ഉം GAM-ഉം. GAM എന്ന് പറഞ്ഞ ഗ്രാം ആറ്റോമിക മാസ്, GM എന്ന് പറഞ്ഞ ഗ്രാം മോളിക്കുലാർ മാസ്. രണ്ടും എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ, GAM എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ആറ്റംസ് ആണെങ്കിൽ, GMM എന്ന് പറഞ്ഞാൽ എന്താ 10⁻26 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ്. ഇനി GAM എന്ന് പറഞ്ഞാൽ അത് 1 മോൾ ആറ്റം ആണെങ്കിൽ, GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് 1 മോൾ മോളിക്യൂൾ ആണ്. അത്രേ ഉള്ളൂ. മനസ്സിലായാ പറഞ്ഞത്? ഇനി അടുത്തത് ഇതാ. അപ്പൊ ഇതേ കണ്ട, നമ്മൾ ആ പറഞ്ഞ കാര്യം ഇതാ നീല ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 6.022 × 10⁻23 molecules are called 1 mole molecule. 1 GMM equal to 1 mole. 6.022 × 10⁻23 molecules. Okay. ഇനി N2 is diatomic molecule. അടുത്തത് ഇവിടെ തന്നിട്ടുണ്ട്. ഡയാറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്താ? 2 ആറ്റം ചേർന്നിട്ടുണ്ടാകുന്ന മോളിക്യൂൾസ് ആണ് N2. ദ മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ ഈസ് 28. ഡയാറ്റോമിക് ആണ്. അപ്പൊ 14 മാസ് നമ്പർ. ആ മാസ് നമ്പറിന്റെ ഡബിൾ N2 എന്ന് പറയുമ്പോൾ ഡബിൾ എടുത്ത് N2. ഇനി അത് വേർഡ് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെങ്ങനെയൊക്കെ നമുക്ക് അവതരിപ്പിക്കാം. 28 ഗ്രാം എന്ന് പറഞ്ഞാൽ N2 ആണ്, ഒരു മോളിക്യൂളാണത്. ഒരു മോളിക്യൂളാണ് കേട്ടോ, ഒരു മോളിക്യൂളാണ്. N2 എന്ന് പറഞ്ഞ മോളിക്യൂളാണ്. അത് 28 ഗ്രാം എടുത്താൽ പറയൂ, അത് ഒരു GMM നൈട്രജൻ ആണ്. ഒരു GMM. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഒരു GMM ആണ്. ഇനി ആറ്റത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴോ 2 GAM ആണ്. ശരിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് വരിയായിട്ട് നീളത്തിൽ എഴുതി പോയതാണ്. മോളിക്യൂളിന്റെ കണക്ക് നോക്കുമ്പോൾ ഒരു GMM ആണ്. ആറ്റത്തിന്റെ കണക്ക് നോക്കുമ്പോഴോ ഒരു 2 GAM ആണ്. 28 ഗ്രാം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ 14 ഗ്രാം ആണ് ഒരു GAM. അപ്പൊ 28 ഗ്രാം ആവുമ്പോ GAM എത്രണ്ണായി? 2. ഇനി ഒരു GMM എന്ന് പറഞ്ഞാൽ അത് 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ്. എന്നാൽ 2 GAM എന്ന് പറഞ്ഞാലോ 2 × 6.022 × 10⁻23 ആറ്റം ആണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? കിട്ടിയാ? ഇനി അടുത്തത് നോക്കുക. 6.022 × 10⁻23 മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 1 മോൾ N2 മോളിക്യൂൾ ആണ്. എന്നാൽ 2 മോൾ നൈട്രജൻ മറ്റതോ 2 × 6.022 × 10⁻23 ആറ്റംസ് എന്ന് പറഞ്ഞാൽ 2 മോൾ നൈട്രജൻ ആറ്റം ആണ്. ഓക്കെ, കിട്ടിയാ? ഓക്കെ. അപ്പോ ഇത്രയും നമ്മൾ പറഞ്ഞോടത്തിലെത്തി. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അതൊന്ന് നമ്മൾ ശരിയാക്കി. നമുക്കിനി ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിനി പറയാൻ പോകുന്നത് ഒരു ഒറ്റ കാര്യം കൂടിയാണ്. നമ്മൾ ഓൾറെഡി വാതക നിയമങ്ങൾ അഥവാ ഗ്യാസ് ലോസ് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ ആ ഒരു കാര്യം ഒന്നുകൂടി നിങ്ങളോട് പറയുന്നത് കേൾക്കണ്ട. ഗ്യാസ് ലോസ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ലോ ആരുടെയായിരുന്നു? പറയൂ, മറന്നാ? ബോയിൽസ് ലോ. വെരി ഗുഡ്. ബോയിൽസ് ലോ. വേർ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്
number of molecule constant, then the pressure is directly proportional to volume of a gas. അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞത്? അല്ലേ? താപനില അതേപോലെ എന്താണ് തന്മാത്രകളുടെ എണ്ണം അല്ലെ സ്ഥിരമായിരുന്നാൽ ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം അതിന്റെ എന്താണ് പ്രഷറിന് മർദ്ദത്തിന് നേരനുപാതത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അല്ല നേരനുപാതത്തിലല്ല, സോറി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, സോറി ട്ടാ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീത അനുപാതത്തിലാണ്. അത് മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. ഓക്കെ. രണ്ടാമത് നമ്മൾ പറയുന്നത് ആരുടെയാ? ചാൾസിന്റെ ഏതൊക്കെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്? വേർ പ്രഷർ ഈസ് കോൺസ്റ്റന്റ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് കോൺസ്റ്റന്റ്, മർദ്ദവും തന്മാത്രകളുടെ എണ്ണവും സ്ഥിരമായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം അതിൻ്റെ അടങ്ങി വ്യാപ്തം അതിൻ്റെ എന്താണ് താപനിലയുമായിട്ട് അല്ലേ എന്താണ് കെൽവിനിലുള്ള താപനിലയുമായിട്ട് നേരനുപാതത്തിലാണ്. താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു, താപനില കുറയുമ്പോൾ വ്യാപ്തം കുറയുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. മൂന്നാമത് നമ്മൾ പറഞ്ഞു ഏതാ? ആരുടെ നിയമം? അവഗാഡ്രോ നിയമം. അവഗാഡ്രോ നിയമം എന്ന് പറഞ്ഞേ നിങ്ങൾ എന്തൊക്കെയാ? എന്താ പറഞ്ഞത് അതില്? അല്ലേ? ഓക്കെ. അപ്പൊ V/N എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ അവഗാഡ്രോ നിയമമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? അവഗാഡ്രോ നിയമമാണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അല്ലേ താപനില ഒരു പ്രത്യേക താപനിലയായാൽ, അതേപോലെ താപനില എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഒരു പ്രത്യേക ടെമ്പറേച്ചർ ആയാൽ, അതുപോലെ പ്രഷർ ഒരു പ്രത്യേക പ്രഷർ ആയാൽ, നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. സോറി അല്ലേ? നമ്പർ ഓഫ് അതിന്റെ മുൻപ് ഒരു സാധനം കൂടി ഉണ്ട്. 3 കാര്യങ്ങൾ ഞാൻ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താപനില ഇത്രയായാൽ, ആർക്കേലും ഓർമ്മ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ. താപനില ഇത്രയായാൽ, മർദ്ദം ഇത്രയായാൽ, അതുപോലെ തന്മാത്രകളുടെ എണ്ണല്ല എന്താണ് വ്യാപ്തം ഇത്രയായാൽ, അപ്പോൾ തന്മാത്രകളുടെ എണ്ണം ഇത്രയാകും. അതിനെയാണ് നമ്മൾ ഡാഷ് എന്ന് പറയുന്നത്. അതാണ് അവഗാഡ്രോ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം, പ്രധാനപ്പെട്ട സംഗതി. നമ്പർ ഓഫ് അവഗാഡ്രോ അതന്നെ. അപ്പൊ ഏതാ ഒന്ന് പറഞ്ഞു നോക്കിയേ? 23. അപ്പൊ ഇനി പറയൂ, ഒന്നുകൂടി പറയൂ. താപനില എത്രയാവണം? ഞാനെന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടാ? എത്രയാ? താപനില കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു യൂണിറ്റ് ഇത്ര ഒരളവുണ്ട്. അതുപോലെ പ്രഷർ ഇത്ര, അതുപോലെ വ്യാപ്തം ഇത്ര എന്ന് പറയുന്നുണ്ട്. തന്നെ 1 ATM നോക്കിയില്ലേ? വെരി ഗുഡ്, 1 ATM. പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞോ, അതാ നല്ലത്. അപ്പൊ അത് ഓർമ്മയിലുണ്ടാവും. ഇനി താപനില എത്ര? പ്രഷർ 1 ATM. പിന്നെ താപനില ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ, ഇല്ല എന്ന് പറയരുത് നിങ്ങൾ. താപനില എത്ര? 273 കെൽവിൻ. കെൽവിൻ. നിങ്ങളിവിടെ ഓർമ്മയും കൂടി ചെകഞ്ഞെടുക്കുക സംഗതി. ഇനി പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോളിയം. 22.4 ലിറ്റർ ആയാൽ അതെത്രയായിരിക്കും? എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? 6.022 × 10⁻23. അതായത് 1 മോൾ മോളിക്യൂൾ അല്ലേ?
മോളിക്യൂൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തിനെ കുറിച്ചാ നമ്മള് അവഗാഡ്രോ പറയണത്? എന്തിനെ കുറിച്ചാണ്, എന്തിന്റെ എണ്ണത്തിനെ കുറിച്ചാണ് അവഗാഡ്രോ പറയുന്നത്? പറയൂ 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 പറയൂ. എമിലിൻ പറയൂ, ഗോപിക പറയൂ, ശ്രേയ പറയൂ, ആനന്ദ് പറയൂ, ലിയ ലോറൻസ് പറയൂ. ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, ആരും ഉണ്ടില്ല എന്ന് മാത്രം. പറയൂ. പറഞ്ഞോ. എന്താ പറയുന്നത് ഇവിടെ? 1 മോൾ മോളിക്യൂൾ അല്ലെ? 6.022 into 10⁻23 നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തിനെ കുറിച്ചിട്ടാ അവഗാഡ്രോ പറയുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക, മോളിക്യൂൾ. മോളിക്യൂൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ സാധനം? തന്മാത്ര. എന്തിനെ കുറിച്ചാ പറയണത്? തന്മാത്ര അഥവാ മോളിക്യൂൾ, നോട്ട് ആറ്റം. അതായത് നമ്മളിവിടെ എന്തിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്? തന്മാത്രയെ കുറിച്ച്, അല്ലെങ്കിൽ അവഗാഡ്രോ പറയുന്നത് തന്മാത്രയെ കുറിച്ചാണ്, ഒരിക്കലും എന്തിനെ കുറിച്ചല്ല? ആറ്റത്തിനെ കുറിച്ചല്ല. അപ്പൊ ആറ്റത്തിന്റെ കഴിഞ്ഞു, നമ്മളെ പഠിപ്പ് കഴിഞ്ഞു. ഇനി ആറ്റത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല. തന്മാത്രയെ കുറിച്ച് ഒരു കാര്യം കൂടി ഇവിടെ പറയണം. പറഞ്ഞു കഴിഞ്ഞു, കാര്യം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഒരു കാര്യം? പറഞ്ഞു കഴിഞ്ഞു. എന്താ കഴിഞ്ഞു? നമ്മുടെ പാഠം കഴിഞ്ഞു. നമ്മുടെ ഇനി ആ ഭാഗം കൂടി ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ വേണ്ടോ? എന്തൊക്കെയാ പറഞ്ഞത്? when temperature is എത്രയാ? മറന്ന അഭിനി 273 കെൽവിൻ. ആൻഡ് പ്രഷർ എത്രയാ? 180 m. പിന്നെ വോളിയം എത്രയാ? 22.4 ലിറ്റർ ആയാൽ അത് എന്തായിരിക്കും? 1 മോൾ മോളിക്യൂൾ. ആ വാതകം എത്ര ഉണ്ടായിരിക്കും? 1 മോൾ മോളിക്യൂൾ അഥവാ 6.022 into 10⁻23 മോളിക്യൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, ശരിയല്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞത്. ശരിയല്ലേ ചോദിച്ചാൽ ഇത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ കേട്ടിരുന്നു. ഓക്കെ, അപ്പൊ ഒന്നുകൂടിയും പറയാം. ടെമ്പറേച്ചർ 273 കെൽവിൻ, പ്രഷർ 180 m. കേൾക്കണ്ട? ടെമ്പറേച്ചർ 273 കെൽവിൻ. അതായത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്ര? അതേപോലെ സ്റ്റാൻഡേർഡ് പ്രഷർ എത്ര? 180 m. അപ്പൊ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 സ്റ്റാൻഡേർഡ് പ്രഷർ 180 m. ഇനിയോ വോളിയം എത്ര? ആയാൽ അതിലെത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 6. വെരി ഗുഡ്. അതായത് ഞാൻ നേരത്തെ എഴുതിയ ഒരു സംഗതി ഉണ്ടല്ലോ, അതൊന്നും കൂടി എഴുതാട്ടാ. ഇതേട്ടാ, ഇവിടെ നോക്കൂ, കാണാണ്ട. അത് ഇതിൽ ഇങ്ക് കഴിഞ്ഞു എന്നൊരു സംശയം. നോക്ക, 1 GMM. ഓർമ്മണ്ട നേരത്തെ എഴുതിയത്? 1 GMM എന്ന് പറയുന്നത് 6.022 into 10⁻23 മോളിക്യൂൾ. ഓക്കെ, ശരിയല്ലേ? ഈക്വൽ എന്നിട്ടാ 1 മോൾ മോളിക്യൂൾ അല്ലേ? അത് 22.4 ലിറ്റർ. അതിന്റെ നേരെ ഒരു സാധനം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കാണ്. അത് 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ, എത്രയായിരിക്കും? ഇത് നമ്മൾ പഠിച്ചു. 1 GM എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 മോളിക്യൂൾ ആണ് നമ്മൾ പഠിച്ചു. അതിനെ നമ്മൾ വിളിക്കുന്ന ചുരുക്കപ്പേരാണ് 1 മോൾ മോളിക്യൂൾ. അത് നമ്മൾ പഠിച്ചു.
അതിനി എത്ര ഉണ്ടായിരിക്കുന്ന പറയണത്? അത് 22.4 ലിറ്റർ. അതിന്റെ വ്യാപ്തം 22.4 ലിറ്റർ. എന്തായിരിക്കും? പക്ഷെ 22.4 ലിറ്റർ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. ടെമ്പറേച്ചർ എന്താവണം? പ്രഷർ എന്താവണം? 180. അതായത് നമ്മൾ പറയാ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാ പറയുന്നത് നമ്മള്. അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എങ്ങനെ ഒന്നുകൂടി പറഞ്ഞേ? അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടാ. ഞാൻ ഇവിടെ എഴുതി അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വായിക്കണ്ട, കാണാണ്ട നിങ്ങൾക്ക് വായിച്ച എന്താ സാധനം? അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് ഞാൻ ഇവിടെ എഴുതി. ഇതൊന്ന് വായിച്ചത് എന്താ സാധനം? അറ്റ് STP എന്നാണ് നമ്മൾ പറയാം. ഇതാണ് അവഗാഡ്രോ നിയമം. ശരിക്കും അവഗാഡ്രോ നിയമം മനസ്സിലായ? STPയിലുള്ള ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം 22.4 ലിറ്റർ ആണെങ്കിൽ അത് എത്രയാ? 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അതാണ് അവഗാഡ്രോ പറഞ്ഞത്. ഓക്കെ, കേൾക്കണ്ട? STPയിലുള്ള ഏതൊരു വാതകത്തിന്റെയും വോളിയം 22.4 ലിറ്റർ ആണെങ്കിൽ അത് ഒരു എത്ര ഉണ്ടായിരിക്കും? 6.022 × 10⁻23 മോളിക്യൂൾ ഉണ്ടായിരിക്കും. ഇതാണ് അവഗാഡ്രോ നമ്പർ. ഇതാണ് അവഗാഡ്രോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പാഠം നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടാ. നമ്മളപ്പോ അതിന്റെ മുൻപ് പാഠം അവസാനിപ്പിച്ചിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് നമുക്കിവിടെ. ഇതില് കുറച്ച് വർക്കും കൂടി ഉണ്ട്. അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് കഴിയുള്ളൂ കേട്ടാ, സമയമെടുക്കും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് മോൾസ്. കണ്ട, ഇവിടെ നമ്മൾ പ്രത്യേകം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? വോളിയത്തിനെ കുറിച്ചിട്ടാണ്. കണ്ട, വോളിയം കണ്ട, നിങ്ങളത് പ്രസന്റ് ചെയ്യണതിൽ കണ്ട. വോളിയം നമ്മൾ ഇത്ര നേരം MM പറഞ്ഞു, GMM പറഞ്ഞു, AM പറഞ്ഞു, GAM പറഞ്ഞു, നമ്പർ ഓഫ് ആറ്റം പറഞ്ഞു, നമ്പർ ഓഫ് മോളിക്യൂള് പറഞ്ഞു, അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോ ഇനി അതില് മോൾ എന്ന് പറയുമ്പോ മോളിക്യൂളാണ് കേട്ടാ. അതും വോളിയവും തമ്മിലുള്ള ബന്ധം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് നമുക്ക് ടെക്സ്റ്റിൽ എന്നാ പറഞ്ഞിട്ട് നോക്കാം. വായിക്കട്ടെ, മാഷ് ശ്രദ്ധിച്ചു കാണില്ലേ? മലയാളികൾ മലയാളം ബുക്കൊന്ന് നോക്കിയോളോട്ടോ. ഒപ്പം we know properties of gases are different from solids and liquids. In gases, molecules are very distant apart. Compared to the size of molecules, the distance between them is much greater. അതാണ് ഈ സോളിഡും ലിക്വിഡും ഗ്യാസും ഉള്ള പ്രശ്നം. നമ്മൾ പാഠം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുക്കളയിൽ മുളക് പൊടി ഒരു സ്പൂണിലെടുക്കാം, മല്ലിപ്പൊടി സ്പൂണിലെടുക്കാം, അല്ലേ? വെള്ളം ഗ്ലാസ് കൊണ്ട് എടുക്കാം, അല്ലേ? എടുത്തൂടെ? കാരണം അത് നമുക്ക് പക്ഷേ നമുക്ക് ചേർക്കാനുള്ള വസ്തുക്കള് ഗ്യാസ് ആണെങ്കിൽ എങ്ങനെ എടുക്കും? സ്പൂൺ കൊണ്ട് എടുക്കാൻ പറ്റുമോ? ഗ്ലാസ് കൊണ്ട് എടുക്കാൻ പറ്റുമോ? അളവ് കറക്റ്റ് ആവോ? കാരണം എന്താ? ഇൻ ഗ്യാസസ് മോളിക്യൂൾസ് ആർ വെരി ഡിസ്റ്റന്റ് അപ്പാർട്ട്. മുളക് പൊടി മല്ലിപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മോളിക്യൂൾസ് വളരെ അടുത്താ. വെള്ളം അതെ, മോളിക്യൂൾസ് ഒക്കെ അടുത്താ. അത് അകന്നു പോവില്ല. അതുകൊണ്ട് നമുക്ക് അളവ് തെറ്റില്ല. അപ്പൊ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് മോളിക്യൂൾസ്. പക്ഷേ ഗ്യാസ് അങ്ങനെയല്ല, അതിന്റെ മോളിക്യൂൾസ് ഒക്കെ അകന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് മോളിക്യൂൾസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് മച്ച് ഗ്രേറ്റർ. അപ്പോ ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് അറ്റ് എ ഗിവൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ദ വോളിയം ഓഫ് ഗ്യാസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോ നോക്കട്ടാ, ഒരു പ്രത്യേക ടെമ്പറേച്ചറിലും പ്രഷറിലുമുള്ള അറ്റ് എ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, വോളിയം ഓഫ് ഗ്യാസ് ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് നോട്ട് ദ ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് മോളിക്യൂൾ. അങ്ങനെ പറയുമ്പോ എന്താ സംഗതി?
അതായത് വാതകത്തിന്റെ തന്മാത്രകൾക്ക് ഗ്യാസിന്റെ മോളിക്യൂൾസ്, അത് ഏത് ഗ്യാസിന്റെ, ഏത് തരം ഗ്യാസിന്റെ, അതുപോലെ എത്ര എണ്ണം, ഇതൊന്നും വിഷയമല്ല. അതിനേറ്റവും വിഷയം എന്താണെന്നാ പറയണത്? പ്രഷർ, ടെമ്പറേച്ചർ. ഇതാണ്. ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കാം. ഇപ്പോ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു വാതകമാണ് അല്ലേ? ഗ്യാസാണ് അല്ലേ? അല്ലേ? ഓക്സിജൻ എന്ന് പറയുന്നതും ഗ്യാസാണ് അല്ലേ? അല്ലേ? അപ്പൊ ഇതിന്റെ മോളിക്യൂൾസ് രണ്ടും രണ്ട് തരത്തിലാണല്ലോ. നമുക്കറിയാം ഹൈഡ്രജന്റെ മോളിക്യൂൾസ് ചെറുതാണ്, ഓക്സിജന്റെ മോളിക്യൂൾസ് വലുതാണെന്നൊക്കെ നമുക്കറിയാം അല്ലേ? ശരിക്ക് അല്ലെ? അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ കേട്ടുള്ളത് അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തായാലും പോട്ടെ, ഹൈഡ്രജന്റെ മാസ് ചെറുതാണ്, ഓക്സിജന്റെ മാസ് വലുതാണെന്ന് കേട്ടിട്ടില്ലേ? കാരണം ഹൈഡ്രജന്റെ മാസ് 1 ഓക്സിജന്റെ മാസ് 16. അതെന്തുകൊണ്ടെന്നാൽ ഹൈഡ്രജന്റെ മാസിന്റെ 16 ഇരട്ടിയാണ് ഓക്സിജന്റെ മാസ് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഇത് രണ്ടും എന്താണ്? ഗ്യാസ് ആയതിനാൽ ഇതിന്റെ മോളിക്യൂൾസിന്റെ വലുപ്പം ഒരു വിഷയമല്ല. ഇതിന്റെ മോളിക്യൂൾസിന്റെ വലുപ്പത്തിന് ഒരു പ്രാധാന്യവുമില്ല. കേൾക്കണ്ട നിങ്ങള്? അതായത് നമ്മൾ ഒരു പിടി ഹൈഡ്രജൻ മോളിക്യൂൾസ് എടുത്തു, ഒരു പിടി ഓക്സിജൻ മോളിക്യൂൾസ് എടുത്തു. നമ്മൾ എടുത്ത ഈ പിടി ഹൈഡ്രജനും ഓക്സിജനും ഒരേ സെയിം ടെമ്പറേച്ചറും പ്രഷറും ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ? നമ്മള് ഹൈഡ്രജന്റെ പാത്രത്തിൽ കൈയിട്ടു, ഒരു പിടി ഹൈഡ്രജൻ എടുത്തു. അതേപോലെ തന്നെ ഓക്സിജന്റെ പാത്രത്തിൽ കൈയിട്ട് ഒരു പിടി ഓക്സിജൻ എടുത്തു. അവിടെ നമ്മൾ പിടിച്ചെടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ എത്രയാണോ ഹൈഡ്രജന്റെ എണ്ണം അത്ര തന്നെയായിരിക്കും ആരുടെ എണ്ണം എന്നാ പറയുന്നത്? ഓക്സിജന്റെയും എണ്ണം, മോളിക്യൂൾസിന്റെ എണ്ണം. അതാണ് ഈ വാചകത്തിൽ പറയുന്നത്. ദ വോളിയം ഓഫ് ഗ്യാസ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് നോട്ട് ഓൺ ദ ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് ദ മോളിക്യൂൾസ്. അവിടെ എന്ത് തരം, എന്ത് വലിപ്പം, ഇതൊന്നും ഒരു വിഷയമല്ല. മനസ്സിലായ? നമ്പർ മനസ്സിലായ? അതായത് ഇൻ കേസ് ഓഫ് അറ്റ് എ ഗിവൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, തന്നിരിക്കുന്ന പ്രഷറിലും ടെമ്പറേച്ചറിലും. അതാണ് നമ്മളിവിടെ എടുത്ത ടെമ്പറേച്ചർ എത്രയാ? 273 കെൽവിൻ. നമ്മളിവിടെ എടുത്ത പ്രഷർ എത്രയാ? 1 atm. അപ്പോൾ അതിന്റെ മോളിക്യൂൾസിന്റെ എണ്ണം എത്ര പറഞ്ഞു? 6.022 അല്ലേ? ഇതെല്ലാ ഹൈഡ്രജനും ഓക്സിജനും ഇതിലൊക്കെ ഇത് തന്നെയായിരിക്കും നമ്പർ. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹൈഡ്രജനും ഹൈഡ്രജൻ ചെറുതാണ്, ഓക്സിജൻ വലുതാണ്, അതൊന്നും അവിടെ ബാധകമല്ല എന്നാ പറയണത്. ഓക്കെ, അത് മനസ്സിലായ? ആ വാചകം വായിച്ചതിന്റെ അർത്ഥമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. നിങ്ങൾ അത് വായിക്കുമ്പോ നിങ്ങൾക്ക് അത് സംശയം വരാതിരിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. മലയാളികൾ വായിച്ചു നോക്കിയാ, അത് മലയാളം നോക്കണ. ഗോപിക പോയാ? അപ്പൊ സോ വാട്ട് എവർ ഗ്യാസ് മേ ബി, അതാണ് പറയണത്. എന്ത് തരം വാതകമായാലും അതൊരു വിഷയമല്ല. നമ്മുടെ ബുക്ക് നോക്ക, മലയാളം ബുക്ക് നോക്കണ, മലയാളം ബുക്ക് വായിക്കണ മക്കളെ. നിങ്ങളെന്താ മിണ്ടാത്ത്? ഇവരെ കൊണ്ട് തോറ്റു ഞാൻ. നോക്കുക, ഖരദ്രാവക അവസ്ഥകളിൽ നിന്ന് വിഭിന്നമായി വാതകങ്ങളുടെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വാതകത്തിൽ തന്മാത്രകൾ വളരെ അകലത്തിലാണുള്ളത്. തന്മാത്രയുടെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ അകലം ഒട്ടേറെ മടങ്ങ് കൂടുതലാണ്. ഇനി അടുത്ത വാചകം. സ്ഥിരമർദ്ദത്തിലും താപനിലയിലും സ്ഥിതി ചെയ്യുന്ന വാതകത്തിന്റെ വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു.
തന്മാത്രകളുടെ ഇനത്തെയോ വലുപ്പത്തെയോ അല്ല. എന്ന് വെച്ചാൽ സ്ഥിര തന്മാത്രയും താപനിലയുമാണെങ്കിൽ ഏത് വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം സെയിം ആയിരിക്കും എന്നാണ് ഈ പറഞ്ഞു വെച്ചുള്ളത്. കേൾക്കണ്ട? അല്ലാതെ ഹൈഡ്രജൻ ഇത്രയായിരിക്കും, ഓക്സിജൻ ഇത്രയായിരിക്കും, അങ്ങനെയല്ല പറഞ്ഞത്. ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഹൈഡ്രജൻ 10 ആണെങ്കിൽ ഓക്സിജനും എത്രയായിരിക്കും? 10 ആയിരിക്കും. അതാണ് ആ പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് കണ്ട, T273 പ്രഷർ 1 ATM, വോളിയം 22.4 ലിറ്റർ ആണെങ്കിൽ ഹൈഡ്രജൻ ആയാലും ഓക്സിജൻ ആയാലും ഹീലിയം ആയാലും എന്ത് സാധനം ആയാലും അതെന്തായിരിക്കും? 6.022 × 10⁻23 ആയിരിക്കും. ഈ പറഞ്ഞു മനസ്സിലായ? ഇനി സ്ഥിരമർദ്ദത്തിലും താപനിലയിലും സ്ഥിതി ചെയ്യുന്ന വാതകത്തിന്റെ വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്, തന്മാത്രകളുടെ ഇനത്തെയോ വലുപ്പത്തെയോ അല്ല. അതിനാൽ തന്നെ വാതകം ഏത് തന്നെയായാലും ഒരേ മർദ്ദത്തിനും താപനിലയിലും എണ്ണങ്ങൾ തുല്യമാണെങ്കിൽ വ്യാപ്തവും തുല്യമായിരിക്കുമല്ലോ, അല്ലെ? തുല്യമായിരിക്കുമല്ലോ എന്നൊന്നും നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, തുല്യമായിരിക്കും. ഓക്കെ. അപ്പോ ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം ഞാൻ പറയണേലും ബാക്കി വെച്ചിട്ട് നോക്കാം. 1 mole of any gas under same condition of temperature and pressure will contain same number of molecules and hence their volume will also be same. This called molar volume. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് ക്രോഡീകരിച്ചവര്, അതായത് 1 mole of any gas, ഒരു മോൾ ഏത് ഗ്യാസും ഏത് വാതകവും ഒരു മോൾ എടുത്താൽ, ഒരു മോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ എത്രണ്ണ? സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ, അതായത് സെയിം കണ്ടീഷൻ, ടെമ്പറേച്ചർ സെയിം, പ്രഷർ സെയിം ആണെങ്കിൽ അതിന്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് എത്രയാ നമ്മൾ പറഞ്ഞില്ലേ? 1 ATM 273 എന്താണ് കെൽവിനും ആണെങ്കിൽ വോളിയം എന്തായിരിക്കും? അത് 22.4 ലിറ്റർ ആയിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം എന്നാണ് വിളിക്കുക. അതിനെ വിളിക്കുന്ന പേരെന്താ? മോളാർ വോളിയം. ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 തന്നെ ആവണമെന്നില്ല. ടെമ്പറേച്ചറും പ്രഷറും മാറ്റമില്ലാത്ത അവസ്ഥയിൽ. മനസ്സിലായ? ഒരു മോൾ എടുത്തു 6.022 × 10⁻23 മോളിക്യൂൾസ് എടുത്തു. അതിന്റെ ടെമ്പറേച്ചറും പ്രഷറും എന്താണോ അതേ ടെമ്പറേച്ചറിലും പ്രഷറിലും വേറൊരു വാതകം ഇതേപോലെ തന്നെ 6.022 × 10⁻23 എടുത്തു. മനസ്സിലായോ? അപ്പൊ അതിന്റെ വോളിയവും നേരത്തെ എടുത്ത അതേ വോളിയം ആയിരിക്കും. അതുപോലെ നമ്മളിപ്പോ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന എല്ലാ വാതകവും നമ്മൾ എടുത്താലും അതിൻ്റെയൊക്കെ വോളിയം സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ. അതേസമയം ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും 1 ATM അതുപോലെ 273 കെൽവിനും ആണെങ്കിൽ അത് 22.4 ആയിരിക്കും. ആ മോളാർ വോളിയം എന്തായിരിക്കും? അപ്പൊ ആ സമയത്ത് മോളാർ വോളിയം 22.4 ആയിരിക്കും. ഓക്കെ, പറഞ്ഞു മനസ്സിലായ? അതായത് മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 മോളിക്യൂൾസിന്റെ വോളിയമാണ് മോളാർ വോളിയം. ഇനി അത് 22 അത് എന്താണെന്നാ പറയണത്? 1 ATM പ്രഷറും 273 കെൽവിൻ ടെമ്പറേച്ചറും ആണെങ്കിൽ അത് എത്രയായിരിക്കും? 22.4 ആയിരിക്കും. ഇപ്പൊ പറഞ്ഞു മനസ്സിലായ? കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. അപ്പൊ മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 മോളിക്യൂൾസിന്റെ വോളിയത്തിന് വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം. അപ്പൊ അത് കാരണം അതൊരു മോളാണ്. ഒരു മോൾ മോളിക്യൂളിന്റെ വോളിയത്തിനെയാണ് മോളാർ വോളിയം എന്ന് വിളിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഒരു മോൾ മോളിക്യൂളിന്റെ വോളിയമാണ് മോളാർ വോളിയം. അതായത് 6.022 × 10⁻23 മോളിക്യൂൾസിന്റെ വോളിയമാണ് മോളാർ വോളിയം. ഇനി ആ 6.022 × 10⁻23
മോളിക്യൂൾസിന്റെ വോളിയം നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ 273 കെൽവിനും അതിന്റെ പ്രഷർ 1 ATM ആണെങ്കിൽ അതിന്റെ വോളിയം എന്തായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സംശയണ്ട? ഉറപ്പിക്കണം കേട്ടാ. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വായിച്ചിട്ട് തോന്നുകയാണെങ്കിൽ അപ്പൊ എന്നോട് ചോദിച്ചോളൂ, അടുത്ത ക്ലാസ്സിലായാലും ചോദിച്ചോളൂ. ഇത് വായിച്ചു നോക്കിക്കോളൂട്ടാ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് കേട്ടാ. വേറെ കണ്ടിക്കട്ട പുസ്തകമല്ല, ഇത് തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ നോക്കണം കേട്ടാ. വേറെ പുസ്തകത്തിൽ നോക്കിയതല്ല കേട്ടാ. ഇനി ബട്ട് വാട്ട് അബൌട്ട് ഇഫ് ദർ ആർ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ? ഇപ്പൊ ടെമ്പറേച്ചറും പ്രഷറും മാറ്റം വന്നാൽ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുക എന്നാണ് പറയുന്നത്. ബൈ അനലൈസിങ് ദ ഗ്യാസ് ലോസ് we understand that if there are changes in pressure and temperature the volume is also changed. അപ്പോൾ ഗ്യാസ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചറും പ്രഷറും ചേഞ്ച് ചെയ്താൽ എന്ത് മാറും? വോളിയം ചേഞ്ച് ആവും. അപ്പോ സയന്റിസ്റ്റുകൾ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. വോളിയം ഓഫ് 6.022 into 10⁻23 മോളിക്യൂൾസ്. നമ്മൾ പറഞ്ഞിരുന്ന കാര്യം തന്നെ കേട്ടാ. അതായത് 1 mol of any gas at 273 Kelvin and 1 ATM pressure occupies 22.4 liter. ഓക്കെ, ശരിയല്ലേ ഇത്? ഇനി 273 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 1 ATM പ്രഷർ ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതാണ് STP. അതിന് വിളിക്കുന്ന പേരാണ് STP. ഓക്കെ, ദാറ്റ് ഈസ് STP of 1 mol any gas will occupy a volume of 22.4 liter. This is called volume at STP. അപ്പൊ ഇനി 22.4 എന്ന് പറയില്ല, നിങ്ങളോട് നിന്നാ പറയുള്ളൂ വോളിയം അറ്റ് STP. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അത് എത്രയായിരിക്കും. അത് 1 മോളാണെങ്കിൽ 22.4 ലിറ്റർ ആയിരിക്കും. 2 മോളാണെങ്കിൽ 44.8 ലിറ്റർ ആയിരിക്കും. 44.8 ആയിരിക്കും. 3 മോളാണെങ്കിൽ അപ്പൊ ഇതിന് 3 ഇരട്ടി. കേൾക്കണ്ട? 3 മോളാണെങ്കിൽ അപ്പൊ എത്ര വരും? 4 3 12, ഇനി 3 8 അല്ല 3 2 6 1 7, 3 2 6, അപ്പൊ 67 എത്ര വരും? 2, 67.2 ലിറ്റർ. ഓക്കെ, 1.5 മോളാണെങ്കിലോ 1.5 മോൾ അപ്പൊ 22.4 കൂടെ അതിന്റെ പകുതി കൂട്ടുക, 11.2 കൂട്ടുക. അപ്പൊ എത്ര വരും? 33 എത്ര വരും? 6 വരും. 33.6 വരും. ഓക്കെ, നോക്കുക. ഇനി 1 മോൾ ഹൈഡ്രജൻ STP H2 ഇതവിടെ തന്നിട്ടുണ്ട് കേട്ടാ. 1 മോൾ ഹൈഡ്രജൻ STP എടുത്താൽ എത്ര? 22.4 ലിറ്റർ. 1 മോൾ നൈട്രജൻ എടുത്താലും എത്ര? 22.4 ലിറ്റർ. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും അതൊക്കെ STPയിലാവണം കേട്ടാ. STPയിൽ എടുത്താൽ എത്രയാ? 22.4 ലിറ്റർ. അങ്ങനെ 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 എല്ലാ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വാതകവും അതിന് എന്താ അതിന്റെ തന്മാത്രകൾ എടുത്തു കഴിഞ്ഞാൽ അത് 22.4 ആയിരിക്കും. മനസ്സിലായ? പിടി കിട്ടിയ? അപ്പോ നമുക്ക് പുതിയൊരു സാധനം കൂടി ഇവിടെ ഇപ്പൊ നമ്മൾ പഠിച്ചു. ഏതാ? 22.4 ലിറ്റർ ഗ്യാസ് അറ്റ് STP 1 മോൾ. കണ്ടാ, ഇതാണ് ആ വാചകം. 22.4 ലിറ്റർ ഓഫ് ഗ്യാസ് അറ്റ് STP 1 മോൾ. ഇപ്പൊ 4.8 ലിറ്റർ ഗ്യാസ് എത്രയാ അറ്റ് STP? 44.8/22.4. കണ്ടാ? അപ്പൊ നമ്മള് നേരത്തെ ഒരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗിവൻ മാസ് ബൈ GMM. ഗിവൻ മാസ് ബൈ GMM എന്ന് പറയുന്നത് നമ്പർ ഓഫ് GMM, നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോൾസ്, പിന്നെ നമ്പർ ഇൻറ്റു 6.022 × 10⁻23 എന്ന് പറഞ്ഞില്ലേ? അതേപോലെ ഇവിടെ ഇപ്പൊ ലിറ്ററിലാ തന്നു വെച്ചോ. മാസ് തന്നുള്ളത് ഗ്രാമിലാണെങ്കിൽ GMM കൊണ്ട് ഹരിക്കും. ലിറ്ററിലാണെങ്കിലോ 22.4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഹരിക്കും. കേൾക്കണ്ട? 44.8 ബൈ എത്ര അവിടെ വരിക? അവിടെ ഡാഷ്ബോർഡിൽ എത്ര എഴുതുക നമ്മള്? 44.8 ബൈ എന്താ എവിടെ വരുന്നത്? 22.4. അതവിടെ എഴുതി വെച്ചു.
അപ്പൊ 224 ലിറ്റർ ഗ്യാസ് അറ്റ് STP 224 അത് എത്രയായിരിക്കും? അപ്പോ 224/22.4 1 മോളല്ല, 224 ആണ്. 224 22.4 കൊണ്ട് ഹരിക്കണം. അപ്പൊ എത്ര മോളാ? ഞാൻ ഇവിടെ കാണിച്ചു തരാം. നോക്ക്, 224/22.4 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആദ്യം കളയണം. അപ്പൊ രണ്ട് സൈഡും 10 കൊണ്ട് ഗുണിച്ചാൽ മതി, പോയിന്റ് പോവും. ശരിയല്ലേ? 224 കൂടെ ഒരു 0 വന്നു. ഇവിടെ 22.4 എന്നുള്ളത് 224 ആയി. അപ്പൊ ഇത് വെട്ടി പോകുമ്പോ എത്ര വന്നു? 10 മോളാണ് വരിക. കേൾക്കണ്ട? എത്ര മോൾ? 10 മോൾ. ഓക്കെ. ഇനി നമ്പർ ഓഫ് ഗ്യാസസ് അറ്റ് STP, വോളിയം ഇൻ ലിറ്റേഴ്സ് അറ്റ് STP ബൈ 22.4. ഓക്കെ. അപ്പൊ അത് നമുക്കൊന്ന് ഒരുമിച്ചാക്കണം കേട്ടോ, എല്ലാം കൂടി. കണ്ട, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൻ ബിലോ റിലേറ്റഡ് ടു 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്. ഒരു മോളാണ് കേട്ടോ. അതിനെങ്ങനെയൊക്കെ പറയാം? 6.022 × 10⁻23. ഓക്കെ. ഒരു മോൾ എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ എണ്ണമായിട്ട് എടുക്കുമ്പോ എത്ര മോളിക്യൂൾ? 6.0. ഇനി ഒരു മോൾ നമ്മൾ പറയാണ് മാസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആറ്റത്തിന്റെ മാസ് എങ്ങനെ പറയാം നമ്മള്? GAM അല്ലേ? 1 GAM. മോളിക്യൂൾസ് ആണെങ്കിലോ 1 GMM. ഇനി വോളിയം മറ്റേ STP ആണെങ്കിലോ 22.4. അപ്പൊ ശ്രദ്ധിക്കട്ടാ, നിങ്ങളിത് നന്നായിട്ട് വായിച്ചു വരും അടുത്ത ക്ലാസ്സിലേക്ക്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ലെറ്റസ് അസസ് ചെയ്യും കേട്ടാ. അത് മറ്റേ ഇതൊന്നും ആദ്യം തീരുമാനമാക്കട്ടെ. എന്റെ ദൈവം, ഇതിന്റെ ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ഇനിയുള്ള ക്ലാസ് പിന്നെ അത് വരുന്നല്ലോ. നമുക്ക് ഇതൊന്നും തീരുമാനമാക്കണ്ട. ഇത് ഞാനിപ്പോ ഇങ്ങനെ കണ്ട, ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു കൊണ്ടുവരണത് ഇത് പോവാതിരിക്കാൻ വേണ്ടിട്ടാ. നിങ്ങളൊപ്പം നിക്കണം കേട്ടാ. ഓൺലൈൻ ക്ലാസ് ആയ കാരണം കൊണ്ട് നമുക്ക് ആകെ പ്രശ്നങ്ങളാണ്. നമുക്കിത് എന്തെങ്കിലും നമുക്ക് ട്യൂഷൻ ക്ലാസ്സിൽ വന്നാലേ ഇതൊന്നുകൂടി ശരിയാക്കാൻ പറ്റുള്ളൂ. നോക്ക്, ഇത് ആദ്യം തീരുമാനമാക്കട്ടെ കേട്ടാ. ബയോളജി ഞാൻ ചിലപ്പോ ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ ആയിട്ടാണ്ട് എടുക്കും കേട്ടാ. ബയോളജി. ശരി, ഒരു മിനിറ്റ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കൂ. എന്താ പറഞ്ഞ നമ്മള് ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും അങ്ങോട്ട് ക്ലിയർ ആക്കിയിട്ടാ പോവാ. എന്താ ഞാൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചത് പറഞ്ഞത്, അത് പോയി. എന്താ നമ്മൾ പറഞ്ഞപ്പോ 1 മോൾ മോളിക്യൂൾ എത്രയാ? ഗിവൻ മാസ് ബൈ GMM. എന്താ? നമ്പർ ഓഫ് GMM. എന്താ? നമ്പർ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾ. നമ്പർ ഓഫ് മോളിക്യൂൾ. ഓക്കെ. ഇത് ആദ്യം പഠിച്ചതാ. ഇതിൽ സംശയമില്ലല്ലോ ആർക്കും? ഇനി ഗിവൻ മാസ് എന്നുള്ളതിന് പകരം ഗിവൻ ലിറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 22.4 കൊണ്ട് അതിനെന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അപ്പോ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് എന്താ പറയാ, ഇതന്നെ നമ്പർ ഓഫ് GMM. നമ്പർ ഓഫ് GMM ഈക്വലാണ് നമ്പർ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഈക്വലാണ്. അത്രയും മോളിക്യൂളാണ്. ഇനി
നമ്പർ ഓഫ് മോളിക്യൂളാണ്. ഓക്കെ, ഇത് മനസ്സിലായ ചെയ്തത്? ഇത് എന്തിനു മാത്രം ബാധകമാണ്? ഓൺലി ഫോർ മോളിക്യൂൾസ്. എന്തിനു മാത്രം? ആറ്റത്തിന് 22.4 നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല കേട്ടാ. ആറ്റത്തിന്റെ കാര്യത്തിൽ 22.4 നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് എന്തിനു മാത്രം ബാധകമായിട്ടുള്ള കാര്യം? മോളിക്യൂൾസിന് മാത്രം. അത് അവിടെ എഴുതി വെക്കണമെന്നില്ല. ഇത് രണ്ടും ഒരു പെട്ടിക്കള്ളിയിലായിട്ട് നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ബുക്കിലാണ്ട് എഴുതാം. എന്നിട്ട് ആ ടെക്സ്റ്റ് ബുക്കൊക്കെ അസലായിട്ട് വായിക്കുക. നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്നും കൂടി കാണുക. അന്ന് ഞാൻ കുറച്ച് കണക്ക് തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ, ഹോംവർക്ക് ഒക്കെ ആയിട്ട് ഞാൻ അന്ന് തന്നിട്ടുണ്ടായിരുന്നില്ല? അപ്പൊ ചെയ്താ നിങ്ങള്? ആരോട് ചോദിക്കുന്നു? അതന്നെ, ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഓർമ്മ ഉണ്ടത്. അത് പോയാ നന്നായി. അപ്പോ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം കേട്ടാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ കേട്ടാ. അടുത്ത ക്ലാസ്സിൽ ബയോളജി അല്ലാട്ടോ, അടുത്ത ക്ലാസ്സിൽ കെമിസ്ട്രി കേട്ടാ. അടുത്ത ക്ലാസ്സിൽ ഇത് കുറച്ചുകൂടി ഒന്ന് ഫൈൻ ചെയ്തെടുക്കാണ്ട് നമുക്ക് ഇതൊന്ന് ശരിയാക്കി ഇങ്ങോട്ട് എടുക്കാണ്ട്. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് കുറെ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു എത്തും പിടിയൊന്നും ആയിട്ടുണ്ടാവില്ല. അത് ചെയ്തിട്ട് വേണം ശരിയാക്കി എടുക്കാൻ കേട്ടാ. എന്നിട്ടാണ് നമ്മൾ ബയോളജി ചെയ്യുന്നത്. നമ്മൾ ഓടിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. ബയോളജി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ തറവാക്കിയിട്ട് വേണം പോവാനായിട്ട് കേട്ടാ. ഇനി പിന്നെ പഠിക്കലൊന്നുമില്ല. ഇനി ഇതെപ്പോ പഠിക്കലുള്ളൂ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.